ന്യൂയോർക്കിന്റെ സ്വതന്ത്ര ദേവതയായിട്ടുള്ള സ്റ്റാച്യു ഓഫ് ലിബർട്ടി അതിന്റെ നേരെ ഫ്രണ്ടിലാണ് നിൽക്കുന്നത്. US എന്ന് പറയുന്ന എല്ലാവരുടെ ഒരു സ്വപ്ന നഗരമാണല്ലേ, ഇങ്ങോട്ട് വരണമെന്നൊക്കെ. ലൈക്ക ഹോളിഡേസിന്റെ അടുത്തൊരു പാക്കേജ് നമ്മളോട് അനൗൺസ് ചെയ്യാണ്. ഷാർജ ഇന്റർനാഷണൽ എയർപോർട്ടിൽ നിന്നും ദോഹ ഇന്റർനാഷണൽ എയർപോർട്ട് വഴി ഖത്തർ എയർലൈൻസിൽ 14.5 മണിക്കൂറത്തെ ന്യൂയോർക്കിലോട്ടുള്ള ഡയറക്റ്റ് ഫ്ലൈറ്റ്. അമേരിക്ക എന്ന് പറയുന്നത് പലരുടെയും ഒരു സ്വപ്ന രാജ്യമാണ്. റീസെന്റ് ആയിട്ടും അങ്ങോട്ട് പോകാൻ പറ്റാത്ത ഒരുപാട് പേരുണ്ട്. അവർക്ക് 10 ദിവസത്തെ ഒരു ഗംഭീര യാത്രാനുഭവമാണ് നമ്മളിവിടെ സമ്മാനിക്കാൻ പോകുന്നത്. പ്രീമിയം 4-star ഹോട്ടൽസ് ഇൻക്ലൂഡിംഗ് ബ്രേക്ക്ഫാസ്റ്റ്. ന്യൂയോർക്കിലെ നമ്മുടെ താമസം എന്ന് പറയുന്നത് ടൈം സ്ക്വയറിൽ തന്നെയുള്ള ന്യൂയോർക്ക് മാരിയറ്റ് മാർക്യൂസിലാണ്. ആദ്യം തന്നെ ന്യൂയോർക്കിലെ മാൻഹാറ്റൻ വാക്കിംഗ് ടൂർ. ലോക പ്രശസ്തമായിട്ടുള്ള ടൈം സ്ക്വയറിൽ നിന്നാണ് നമ്മൾ തുടങ്ങുന്നത് തന്നെ. സ്റ്റാച്യു ഓഫ് ലിബർട്ടി സ്ഥിതി ചെയ്യുന്ന എല്ലിസ് ഐലൻഡ്, ബ്രൂക്ലിൻ ബ്രിഡ്ജ്, വേൾഡ് ട്രേഡ് സെന്റർ, തകർത്ത സ്ഥലം, വൺ വേൾഡ് ട്രേഡ് സെന്റർ, വാൾ സ്ട്രീറ്റ് എക്സ്ചേഞ്ച്, പിന്നെയും ഒരുപാട് സ്ഥലങ്ങൾ. ഫിലാഡൽഫിയയിലോട്ടാണ് അടുത്ത നമ്മുടെ യാത്ര. പെൻസിൽവാനിയയിലോടുള്ള യാത്രയൊക്കെ അടിപൊളിയാണ്. അമേരിക്കൻ സ്വാതന്ത്ര്യത്തിന്റെ സിമ്പിൾ ആയിട്ടുള്ള ലിബർട്ടി ബെൽ, ഇൻഡിപെൻഡൻസ് പാർക്ക്. അവിടെ നിന്ന് നേരെ പോകുന്നതോ വാഷിംഗ്ടൺ DC-യിലോട്ടാണ്. വൈറ്റ് ഹൗസിന്റെ ഫ്രണ്ടിൽ നിന്നൊരു ഫോട്ടോ ഒക്കെ എടുക്കാതെ എങ്ങനെയാണല്ലേ. കൂടാതെ സുപ്രീം കോർട്ട്, ലിങ്കൺ മെമ്മോറിയൽ, ഹെർഷീസ് ചോക്ലേറ്റ് വേൾഡും കോണിംഗ് മ്യൂസിയം ഒക്കെ നിങ്ങളെ ശരിക്കും അത്ഭുതപ്പെടുത്തും. അതിനുശേഷം നമ്മൾ നേരെ പോകുന്നതോ US-ഉം കാനഡയും കൂടി ഷെയർ ചെയ്യുന്ന നയാഗ്ര വെള്ളച്ചാട്ടത്തിന്റെ സൈഡിലോട്ടാണ്. ഇതിന്റെ ഇടയിൽ നിങ്ങൾക്ക് ഷോപ്പിങ്ങിനും ഫ്രീ ഡേ ഒക്കെ നമ്മൾ തരുന്നുണ്ട്. 10 ദിവസത്തെ അമേരിക്കയുടെ ഈസ്റ്റ് കോസ്റ്റിലൂടെയുള്ള ഒരു യാത്ര നിങ്ങൾക്ക് ജീവിതത്തിൽ എന്നും ചെറിഷ് ചെയ്യാൻ പറ്റുന്ന ഒരു മൊമെന്റ് ആയിരിക്കും. അപ്പോ പോവല്ലേ നമുക്ക്.